ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരുടെയും കുളിയൊക്കെ നേരത്തോടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇനി അടുത്ത പരിപാടി ശീബോധി ഒരുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ശീബോധി ഒരുക്കാനായിട്ട് എനിക്കിന്ന് മുക്കുറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുക്കുറ്റിയൊക്കെ വെച്ച് ഞാനിത് അടിപൊളിയായിട്ട് ശീബോധിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ആചാരമാണ് കേട്ടോ. കർക്കിടകം തീരുന്ന വരെ ഇങ്ങനെ ശീബോധി ഒരുക്കാറുണ്ട്. ഇവിടെ കൊല്ലത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എല്ലാ നാട്ടിലും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചധികം മുക്കുറ്റി കിട്ടിയപ്പോൾ ഞാനിതാ കുറച്ച് അരച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ തൊടാനായിട്ട്. അപ്പോൾ മുക്കുറ്റിയൊക്കെ തൊട്ട് ഞങ്ങളിതാ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂപ്പിക്കുട്ടൻ അവിടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൾക്ക് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇതാ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് പൂപ്പിക്കുട്ടന് കുറച്ച് പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂപ്പിക്കുട്ടനെ അത് കഴിക്കാനായിട്ട് അവിടെ ഇരുത്തിയതാണ് ഞാൻ. പക്ഷെ ആൾ അതൊക്കെ തുറന്ന് നോക്കി സ്മെല്ലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. കൈ കൊണ്ടൊക്കെ എടുത്ത് നോക്കി, പക്ഷേ ആൾ കഴിച്ചില്ല, ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പൂപ്പിക്കുട്ടന് അങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അവ അത് കഴിച്ചില്ല. അതിന് ശേഷം അവിടെ ഒരു അമ്മ ഇരുന്ന് നാവൂറ് പാടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പൂപ്പിക്കുട്ടൻ്റെ പേരിൽ ഒന്ന് നാവൂറ് പാടിപ്പിക്കാമെന്ന് വിചാരിച്ച് നാവൂറ് പാടിപ്പിച്ചു. അതിന് ശേഷം നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ കർക്കിടകത്തിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു നല്ലൊരു മാസമാവട്ടെ ഈ കർക്കിടകം.